ജോണറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നാലുകെട്ടിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഒരു ഹെൽത്ത് ആണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇന്ന് പരാതികൾ പറഞ്ഞു. ഈ പയ്യന്റെ കൊച്ചിന് ഇതുമാതിരി തന്നെ ലങ് ഇഷ്യൂ ഉണ്ട്, പഫുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. മുൻപത്തെ വീഡിയോകളിലും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. ഈ പ്രദേശത്ത് വരുന്ന ദുർഗന്ധമാണ് ഇതിന് മെയിനായിട്ട് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് ഈ PHSCക്ക് നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്ന് സംസാരിച്ചാണ്. ഇവിടുന്ന് സാറുമാര് വീട്ടിൽ വന്നിരുന്നു. അവരന്ന് ചോദിച്ചത് റോട്ടിക്കൂടെ വന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്കിത് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നില്ല എന്ന രീതിയിലാണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് മനസ്സിലാക്കിയതാണ്. ഇവിടുന്ന് വരുന്ന ദുർഗന്ധം അത് നമുക്ക് ഏതെല്ലാം രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ഇദ്ദേഹം അടക്കമുള്ള ആൾക്കാർ വന്നതാണ്. അവര് പറഞ്ഞത് ഈ സ്മെല്ല് വരുന്നത് വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും, ഇതിനെന്ത് തെളിവാണോ ഉള്ളത്. പക്ഷെ ഇന്ന് ഇവർ പറഞ്ഞപ്പോ സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്താ തെളിവ്? ഞങ്ങൾ കള്ളനും പിടിച്ച് തെളിവടക്കം എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ പിടിക്കാമെന്നുള്ള രീതിയിലാണോ? അല്ല ഇവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന രീതി ആംഗിളിലാണോ ഇവര് പെരുമാറുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവരിൽ നിന്നൊരു നീതി ലഭിച്ചതായിട്ട്. വീണ്ടും ഒരു പരാതി വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു പരാതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കണം. കൂടുതൽ നല്ല രീതിയിൽ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തെളിവുകളോടെ സഹിതം നമ്മളൊരു പരാതി കൊടുക്കാനായിട്ടാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഞാൻ എന്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്ര എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ശ്വാസം മുട്ടും, ചുമയുടെ മരുന്നൊക്കെ ഞങ്ങൾക്ക് സ്റ്റോക്കാ. ചുമ തുടങ്ങി ഞങ്ങൾ നിൽക്കില്ല. പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ടാ. ഒന്ന് വാതില് ജനലൊന്നും തുറന്നിടാണ്ട് അടച്ചു പൂട്ടി ഞങ്ങൾ റൂമിൽ ഇരിക്കേണ്ട അവസ്ഥ. എന്താ പറയാ, സഹിക്കാൻ പറ്റാത്ത മണമാണ്. ആ മണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ല, എനിക്ക് എന്റെ ബുദ്ധിമുട്ട് വയറങ്ങോട്ട് വീർക്കും, ചുമയും തുടങ്ങും. ഭയങ്കര അസ്വസ്ഥത, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളെല്ലാവരും ഈ കൊച്ചു മക്കളിട്ട് എന്തോരം അനുഭവിക്കണേ. ഈ കമ്പനിക്കാർക്ക് ഇതൊന്നും ഇപ്പൊ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല. ഹെൽത്തിൽ വന്ന് പറഞ്ഞു, അവർക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത മാതിരി കൈ മലത്തുന്ന ഒരു അവസ്ഥ. ഞങ്ങളിനി ആരോട് പറയും? നാട്ടുകാരെ നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കും. എല്ലാവരും ഇത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കും. ഇവിടെ ഈ കാർബോണ്ടം കമ്പനി വന്നപ്പോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കൊച്ചു ഇൻഫില്ലർ വലിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലത്തെ ഇതാണ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ പണിയെടുക്കുന്ന കാശ് മുഴുവൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകല് മാത്രം തന്നെയായിരുന്നു. 10 വയസ്സ് വരെ അവനുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഈ പൊടി അങ്ങനെയായ വസ്തുക്കളൊക്കെ വരുമ്പോൾ അവനായ ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഞങ്ങളോട് അതേപോലെ തന്നെ ഒന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കും എങ്ങനെ, ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇവിടെ കുടുംബം നോക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന് ഒരു പോംവഴി കാരണമെന്ന് ഞങ്ങളിപ്പോ ഹെൽത്തിന്റെ അവിടെ നിൽക്കണേ ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നും ആർക്കും മണം കിട്ടണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നേ പിന്നെ ഞങ്ങൾക്ക് മണം അടിച്ചിട്ട് ഞങ്ങൾ മൂക്കോത്തി പിടിച്ച് നിൽക്കണം. ഇവിടെ ഉള്ളവർക്കൊന്നും മണം ഇല്ല എന്ന് അവർ പറയണേ. എനിക്ക് ഇൻഹേലർ വലിക്കണം, ശ്വാസമുട്ടൊക്കെ ഉള്ളതാണ്. എൻ്റെ വീട് കമ്പനിയുടെ പുറകിലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കണേ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ വീട്ടില്. അപ്പൊ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ തന്നെ ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത പോലെയാണ് ഞങ്ങള് ജീവിക്കണേ. അതിന്റെ ഉള്ളിൽ കൂടെ ഇതും കൂടി വന്ന് ഞങ്ങള് ഇൻഹേലർ വലിക്കണമെങ്കിൽ നല്ല പൈസ വേണം, നെബുലൈസറും വലിക്കണം. എനിക്കിതൊക്കെ പറയാനുള്ളൂ. എല്ലാവരും സഹകരിക്കുക, എന്തെങ്കിലും ഒരു മാറ്റം വരാൻ. ഇതുമാതിരി തന്നെ 2011 ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പൊല്യൂഷൻ ഉണ്ടാകുന്നതും വ്യക്തമായിട്ട് ആളെ അംഗീകരിച്ചാണ് ഒരു ചാനലിൽ. അപ്പോ അദ്ദേഹം പറയുന്നത് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് തന്നെയെന്നോ അത് എന്തോ വ്യക്തമായിട്ടും അവർ ഒന്നും പറയാത്തൊരവസ്ഥ, അത് കൈമലർത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ ഈ ഇവിടെ ഇത്ര വർഷങ്ങളായിട്ട് ഈ ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ബാൻ ചെയ്തിരിക്കുന്ന പെറ്റ്കോക്ക് 20 ടണ്ണാണ് പെർ ഡേ ഇവർ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ വേണ്ട പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതായത് സ്ക്രബർ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റാക്ക് ഉണ്ടായിരുന്നില്ല പൊല്യൂഷൻ നിയന്ത്രിക്കാനായിട്ട്. ഇതൊന്നും ഇല്ലാതെ 40 വർഷം ഇത് റൺ ചെയ്തു. പരാതികൾ പല പ്രാവശ്യം ഗ്രാമസഭ വഴിയും പഞ്ചായത്ത് വഴിയും കളക്ടർക്കും ഈ ഹെൽത്തിലേക്കും പല പ്രാവശ്യം പരാതികൾ പോയിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ ഒരു നിമിഷത്തേക്ക് പോലും ഒരു നടപടി എടുക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഇതുമാതിരി തന്നെയാണ് ഇവർക്ക് ഒരു ഡാം ഉണ്ടായിരുന്നു,
പ്രൈവറ്റ് ആയിട്ട് ഈ കാർബോണ്ടം കമ്പനിക്ക് ഒരു ഡാം ഉണ്ട്. 25 വർഷത്തെ ലീസിനാണ് കൊടുത്തിരുന്നത്. 25 വർഷത്തെ ലീസ് കഴിഞ്ഞ് വീണ്ടും 25 വർഷത്തേക്ക് പുതുക്കി. 100 ചില ആൾക്കാർ, 200-ൽ താഴെ ആൾക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഡാം സ്വതന്ത്രമായിട്ട് കറണ്ട് എടുക്കാൻ, ഫ്രീ ആയിട്ട് കറണ്ട് എടുക്കാനായിട്ട് ഇവർക്ക് പെർമിഷൻ കൊടുത്തു. പ്രതിപക്ഷം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടായി. എന്ത് നടപടി എടുത്തെന്ന് എനിക്കറിയത്തില്ല. പാവപ്പെട്ട കൃഷിക്കാരെയും പാവപ്പെട്ട ഈ നാട്ടിലെ സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വന്തം നാട്ടിൽ ബിസിനസ് നടത്തുന്നവരും ബുദ്ധിമുട്ടിക്കാനും ഇവർക്ക് നന്നായിട്ട് അറിയാം. വ്യവസായ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഇത് ഇവിടെ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ ആട്ടിവിടുകയാണ് ചെയ്തത്. ഇത് കളമശ്ശേരിയിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. 100ഓളം വീടുകൾ എക്സ്പ്ലോഷൻ ഉണ്ടായി. ഇതേക്കുറിച്ച് വന്ന സമയത്ത് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇതേക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. വ്യവസായ മന്ത്രി ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എന്നെ അടുത്ത് താക്കീത് തന്നാണ് ഈ കമ്പനി മാനേജ്മെന്റ് പോയത്. ഇതൊക്കെ ഏതടിസ്ഥാനത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പാവപ്പെട്ട കർഷകരെയും അതുമാതിരി തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട വ്യക്തികളെയും ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സുപ്രീം കോടതി നിരോധിച്ച് 20 ടൺ പെട്രോളിയം കോക്ക് യൂസ് ചെയ്യുമ്പോൾ വേണ്ട ഒരു സംവിധാനം ഇല്ലാതെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളോടും എനിക്ക് മൂക്കത്ത് കൈവച്ച് ആക്ഷേപിക്കാനേ സാധിക്കത്തുള്ളൂ. ഏത് രീതിയിലാണ് അവരോടത് ആക്ഷേപിക്കേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെ ഇത് ഏറ്റെടുത്ത് എനിക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാക്കുന്നു, എന്നെ ക്രിമിനൽ കേസുകളിൽ പെടുത്തുന്നു, കൂടുതൽ കേസുകൾ ക്രിമിനൽ ആക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ HR സിയോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, ചേട്ടൻ ഈ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ 3 വർഷം 3 കൂടുതൽ ക്രിമിനൽ കേസ് ഇട്ട് ചേട്ടനെ പുറത്തു പോകാൻ പറ്റില്ല. അന്ന് ഞാൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തതാണ്. ഇത് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് തന്നെ സത്യസന്ധമായി ഒരു മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി കൂടുതൽ കേസുകൾ വരും. ചിലപ്പോൾ എന്നെ ഏതെല്ലാം കേരളത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അവരത് ബുദ്ധിമുട്ടിക്കട്ടെ. എന്നിരുന്നാലും ഇവിടുത്തെ എന്താ പറയാ മന്ത്രിമാരോ വ്യവസായ മന്ത്രിയോ ആരോഗ്യമന്ത്രിമാരോ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. ഇത് സംബന്ധമായ പരാതികൾ എന്തെങ്കിലും സിമിലർ ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ശ്വാസം മുട്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ ഞാൻ അതിൽ തരുന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് ഓരോ വീടുകളും കയറി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല വ്യക്തികളും. ഒരു വ്യക്തിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മോന് ഫുൾ A+ കൂടി പാസ്സായതാ, എഞ്ചിനീയറിംഗിന് പോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ട് ചെറുപ്പം തുടങ്ങി ഈ ശ്വാസം മുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കമ്പനിയുടെ അടുത്ത് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവന് രണ്ട് കോളേജിൽ പോയി 2 കോളേജിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാർഡ് വർക്ക് എന്തെങ്കിലും കോളേജിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥയിൽ വിദ്യാഭ്യാസം തന്നെ കളയേണ്ട അവസ്ഥ. ഇങ്ങനെ പലരുമായിട്ട് സംസാരിക്കുന്നത് പലരും ബുദ്ധിമുട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതിനുവേണ്ടി യോജിച്ച് നിൽക്കാത്ത ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അവസ്ഥ വളരെ ശോകമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ആകെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. ആര് വളരണം ആര് തളരണം എന്ന് തീരുമാനിക്കുന്ന കുറെ സംവിധാനങ്ങളുണ്ട്. ഇതിൽ വേണ്ടാന്ന് അവര് രാഷ്ട്രീയ വിദ്വേഷമുള്ളവരുടെ അടുത്ത് ഇവരെ തകർത്താട്ടിക്കളയും. രാഷ്ട്രീയ വിദ്വേഷമുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവിധ പിന്തുണകളും നൽകും. കിറ്റക്സിനെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ചു, ഏതെല്ലാം തരത്തിൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളായിരുന്നു. ഇവിടെ എന്തുണ്ട് നടപടിയും സ്വീകരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. പരാതികൾ പല വർഷങ്ങളായിട്ട് പോകുന്നതാണ്. കോർപ്പറേറ്റുകൾക്ക് എന്തും ആവാം, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സഹകരണങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഭരണ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചത്തവനോ കഷ്ടപ്പെടണോ ചത്തവനോ തീർന്നോട്ടെ, പ്രശ്നമില്ല. ബുദ്ധിമുട്ടുള്ളവൻ ബുദ്ധിമുട്ടട്ടെ, അതിന് തെളിവുകളില്ല. ഇങ്ങനെ കൈമലർത്തുന്ന ഈ സംവിധാനങ്ങളോട് വളരെ വിഷമത്തോടെ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നും എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ഇവർ സ്ഥാപിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ വീണ്ടും ദുർഗന്ധത്തിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു. അതൊന്നും പ്രായോഗിക ഫലത്തിൽ ഉപകാരം ഉണ്ടായിട്ടില്ല എന്നും അധികാരികൾ മനസ്സിലാക്കി ഇതിനു വേണ്ട സഡൻ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുമാതിരി തന്നെ സുപ്രീം കോടതി ഈ കേസിൽ വന്ന സമയത്ത് ഈ പൊല്യൂഷൻ കൺട്രോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ദുർഗന്ധമുണ്ടെന്ന് അവർ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ദുർഗന്ധമുണ്ടായിരുന്നു. ഇത് ഇൻസ്പെക്ഷൻ ചെയ്ത് അതിന് വേണ്ട എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു.